ഹലോ ഗായ്സ്. അപ്പം ഇഡ്ഡലിക്കടൈ അപ്പം പടം ഭയങ്കര ഒരു ആവറേജ് എനിക്ക് തോന്നിയത്. അങ്ങനെ അത്രയ്ക്ക് വലിയ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷൻസ് എടുക്കണമെങ്കിൽ അത് അതിൻ്റെതായിട്ടുള്ള വാല്യൂ എടുത്ത് വച്ചിട്ട് ഇമോഷൻ കാണിച്ചു കഴിഞ്ഞാൽ ഇമോഷൻ വർക്കാവും. അല്ലാതെ കുറച്ച് സംഭവങ്ങൾ കാണിച്ചിട്ട് ഓവർ ഇമോഷൻ കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും ഫീൽ ആവില്ല, ഒന്നും തേങ്ങയാവില്ല. പടത്തിൽ ഡയറക്ടർ ധനുഷാണ്. ധനുഷിന് മുമ്പത്തെ രായൻ തന്നെ ഞാൻ ഒട്ടും കംഫർട്ട് ആയിരുന്നില്ല പടത്തിൽ. ഇതിലും അതിന് അത്രയുള്ള കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു ഒന്നാമത്തെ കാര്യം എന്നത് ക്യാരക്ടേഴ്സ് കുറച്ച് വീക്കായിട്ട് തോന്നി. അക്സെപ്റ്റ് രണ്ട് പേര് രാജ് കിരൺ പോളി പെർഫോമൻസ്, നിത്യമനോൻ സെറ്റ് പെർഫോമൻസ്. ഇവർ രണ്ടുപേരും പോളി പെർഫോമൻസ് ആയിരുന്നു. ബാക്കി എല്ലാവരും വെറുതെ കടന്ന് എന്തിനോ വേണ്ടി പോലെ ആയിപ്പോയി. സത്യം പറഞ്ഞാൽ ഒരു ജീവനില്ല പച്ചയ്ക്ക് പറഞ്ഞ. അതില് ഒരു ഇഡ്ഡലിക്കട എന്നാണ് ഈ പടത്തിന്റെ പേര്. അപ്പോൾ ഒരു ഇഡ്ഡലിക്കട എന്നൊരു പേര് വയ്ക്കുമ്പോൾ നമുക്ക് ആ ഇഡ്ഡലി ഉണ്ടാക്കുന്നതും ആ ഇഡ്ഡലി ആസ്വദിച്ച് കഴിക്കുന്നതും ആ സാമ്പാർ ഒഴിച്ച് കഴിക്കുന്നതും അതിൻ്റെയൊക്കെ ഒരു സീൻ വയ്ക്കണം. ഒരു പേര് വയ്ക്കുമ്പോൾ ആ പേരിനുള്ള ഒരു സംഭവം ആ സിനിമയിൽ വേണ്ട, എങ്കിലല്ലേ അതൊരു സിനിമ ആവത്തുള്ളൂ. ഇതിന് അങ്ങനത്തെ ഒരു സെറ്റപ്പേ ഇല്ല. മാവ് അരയ്ക്കുന്നു, പാത്രം തുറക്കുന്നു, ഇഡ്ഡലിയായി. പിന്നെ ഒരു കിളവൻ മാത്രം കഴിച്ചിരുന്ന് ആസ്വദിക്കുന്നു. അത് മാത്രമേ ഇഡ്ഡലിയുള്ളൂ. അല്ലാതെ വരുന്ന ആൾക്കാർക്ക് ആ ഇഡ്ഡലി സെർവ് ചെയ്യണതും ആ സാമ്പാർ വയ്ക്കുന്നത് ആ പിച്ച് കഴിക്കുന്ന ഒരു സീൻ വച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ആ പടത്തിനൊരു ഇമോഷൻ കയറിയ ആ ഒരു ടച്ച് കിട്ടിയേനെ. ഇതിൽ അങ്ങനത്തെ ഒരു സംഭവമേ ഇതിൽ ഫീൽ ചെയ്തിട്ടില്ല. ഇതില് ഓവറായിട്ട് കുറെ ഇമോഷൻസ് വെച്ച് കയറി കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുറെ കണക്ഷൻ കിട്ടുമെന്ന രീതിയിൽ വെച്ചാണ് ധനുഷ് ആക്ച്വലി ഈ പടം പ്രിപ്പയർ ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. അത്രയ്ക്കും ഒരു ഓവറായിട്ട് എനിക്ക് തോന്നി പെർഫോമൻസ് ഒക്കെ. ധനുഷിന്റെ ഒക്കെ ചുമ്മാ ഓവർ. ആ ആക്ഷൻ സീക്വൻസ് ഒക്കെ എടുത്ത് വെച്ച കാണാൻ ഈ പടത്തിനായിട്ട് സൂട്ടാവാത്ത ആക്ഷൻ സീക്വൻസ്. പിന്നെ ഇതിൽ രാജ്കിരന്റെ പെർഫോമൻസ് എടുത്തു പറയണം. അങ്ങേര് ഒരു മുനുസ്വാമിയുടെ ഒരു ക്യാരക്ടർ ഇട്ട് കഴിഞ്ഞാൽ അങ്ങേര് അതിൽ അഴിഞ്ഞാടും. അങ്ങേർക്ക് അതിൽ നല്ലൊരു കാലിബറുള്ള ഒരു മനുഷ്യനാണ്. ഇതിൽ ആ ഒരു സീനിൽ ധനുഷ് ഉറങ്ങാൻ നേരത്ത് പുള്ളിക്കാരൻ അച്ഛനെ ഓർത്ത് കിടക്കുമ്പോൾ നടന്നു വരുന്ന ഒരു സീനുണ്ട്. അത് കാൽപാദമല്ല കാല് കാണിക്കുമ്പോൾ ചെലങ്കയൊക്കെ ഇട്ട് കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നി വന്ന് നിൽക്കുന്നത്. അതൊക്കെ കുറച്ച് ഓവറായിട്ട് തോന്നിപ്പോൾ എനിക്ക്. അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കൂടെ ഫീൽ എനിക്ക് തോന്നിയില്ല. പിന്നെ അങ്ങേരുടെ പെർഫോമൻസ്, അങ്ങേര് മാത്രമുള്ള, അതായത് അങ്ങനെയുടെ സോളോ പെർഫോമൻസ് ഒക്കെ ഒരു രക്ഷയില്ല. അതായത് ധനുഷിന്റെ കൂടെ അല്ലാത്ത ഫ്രെയിമിൽ ഇങ്ങേരെ ഫ്രെയിം മാത്രം കാണിക്കുമ്പോൾ ഇങ്ങേര് വേറെ ലെവലാണ്. അഭിനയിക്കുന്നതൊക്കെ കാണുന്നത് കിട്ടില്ല. ഇയാളെ കരഞ്ഞ് സംസാരിക്കുന്ന, അതായത് ഇമോഷണലായിട്ട് സംസാരിക്കുന്നതൊക്കെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. അതിലൊക്കെ രാജ്കിരൺ പൊളിയാണ്. പക്ഷേ ധനുഷിൻ്റെ കൂടെ ഒരു കുറച്ച് കോംബോ വരുമ്പോൾ ധനുഷിനെ പിടിച്ചേക്കാൻ പറ്റൂല. അല്ലെങ്കിൽ അത് അങ്ങേർക്ക് ആ ഒരു ലെവൽ കുറച്ചും കൂടെ ഹൈപ്പ് കൊടുക്കണം. ഇത് വലിയൊരു ഹൈപ്പ് കൊടുത്തിട്ടില്ല. പിന്നെ നിത്യമനോട്ട് പറയുമ്പോൾ നിത്യമനോന് എൻ്റെ അമ്മ പുള്ളിക്കാരി അങ്ങ് ജീവിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല പെർഫോമൻസ്. ആ ഒരു എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ്, മുഖത്തിൽ ആ ഒരു എക്സ്പ്രഷൻ പറഞ്ഞൊക്കെ നല്ല പോയിന്റ്. അത് വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞോളൂ, ഇതാണ് സംഭവം, ഇങ്ങനെയാണെന്നുള്ള കാര്യം. അത് നിത്യമനെ സമ്മതിച്ചു കൊടുക്കണം. പുള്ളിക്കാരിയുടെ പെർഫോമൻസ് വൈസ് അടിപൊളിയായിരുന്നു. പക്ഷേ ആ സിനിമയിൽ ഉണ്ടാന്ന് ചോദിച്ചാൽ സിനിമയിൽ കുഴപ്പമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ അരുൺ വിജയിലേക്ക് പോകും. അരുൺ വിജയ് ആണെങ്കിൽ സത്യം പറഞ്ഞാൽ വെറും പട്ടിയായി കളഞ്ഞു. വെറും പട്ടിയായി കളഞ്ഞു. അരുൺ വിജയിലേക്ക് എന്തിനാണ് ഈ പടത്തിലോട്ട് ക്ഷണിച്ച് ഇങ്ങനെ ഒരു ഇത് കാണിച്ചതെന്ന് എനിക്ക്. അത് പകരത്തിന് വേറെ ആരെങ്കിലും വയ്ക്കാതെ അരുൺ വിജയ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരു സ്ക്രീൻ പ്രസൻസിന് വേണ്ടിയാണ് അരുൺ വിജയനെ വച്ചതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. പക്ഷേ അങ്ങേർക്കൊന്നും വലിയൊരു റോളുണ്ട്, ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. പക്ഷെ ആ ഇമ്പോർട്ടൻസ് കൺവിൻസ് ആയിട്ടില്ല ഈ സിനിമയിൽ പുള്ളിക്കാരനെ വെച്ച്. പിന്നെ സത്യരാജ് ചില സമയത്ത് നല്ലവൻ, ചില സമയത്ത് കെട്ടവൻ, നല്ലവൻ കെട്ടവൻ, അങ്ങനെ ഇങ്ങനെ മാറി മാറി ചാടിയാണ് കളിക്കുന്നത് പുള്ളിക്കാരൻ. ഒരു കോംപ്ലിക്കേഷനാണ്. പിന്നെ മീര എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ഉണ്ട്. ഞാൻ പുള്ളിക്കാരി വേറെ കണ്ടിട്ടില്ല. പുള്ളിക്കാരിയും ഒരു വല്ലാത്തൊരു ക്യാരക്ടറാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനെ പോലെ തന്നെ അച്ചിട്ട് അങ്ങോട്ട് നല്ലത് പ്രശ്നം, നല്ലത് ചീത്ത, അവസാനം നല്ലതാവും എന്നൊക്കെ നമുക്ക് തോന്നിയിരുന്നു പോവും. പിന്നെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. പാർത്ഥിബന്റെ ക്യാരക്ടർ അത്യാവശ്യം കൊള്ളാം. പോലീസായിട്ട് വരുന്നുണ്ട്. നല്ല ഒരു സീരിയസ് ആയിട്ടും നല്ല രസമായിട്ടും എടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ ക്യാരക്ടറും. ഡയലോഗ് ഡെലിവറി ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട വേറൊരാള് നമ്മൾ സമുദ്രക്കണി. അങ്ങേരും പെർഫോമൻസ് ആണ്, അങ്ങനെ ഒരു ലെവലാണ്. അങ്ങേര് കിട്ടി, അങ്ങേര് അത് ജീവിക്കും. അങ്ങേര് അത് ഇത് നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല ഒരു രീതിയിൽ ബാക്കി കവർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. ബാക്കിയൊക്കെ എല്ലാം കണക്കാണ്. ഒരു ഇമോഷൻസ് ഒന്നും ഒരു സുഖമില്ല. ചിലയിടത്തൊക്കെ ഇമോഷൻ ശരി കൊള്ളാം, ഇങ്ങനെ കണക്ട് ആയി വരുമ്പോൾ കിടക്കണം, ഓവറാക്കി കളയും. അല്ലെങ്കിൽ ആ ഇമോഷൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കടയ്ക്ക് ആ ഒരു കിടിലം ഒരു സംഭവം കൊടുക്കണം. ആകപ്പാടെ കുറച്ച് സീൻസാണ് ഉള്ളത്. രാജ് കിരണിന്റെ
അതായത് അവരുടെ യങ് പോർഷൻസ് പഴയ എങ്ങനെ ഈ കട ഉണ്ടായെന്നുള്ള പുള്ളിക്കാരൻ്റെ ചെറുപ്പകാലമൊക്കെ കാണിക്കുന്നത് ഭയങ്കര രസം. അതൊക്കെ നല്ല ഇമോഷൻ ആയിരുന്നു. ആ സീൻസ് ഒക്കെ അടിപൊളി എടുത്തിട്ടുണ്ട്. രാജ്കരൻ്റെ പഴയ പെർഫോമൻസ്, അതായത് പുള്ളിക്കാരനല്ല വേറെ ആളാണ് ആ റോൾ ചെയ്യുന്നത്. ആ പയ്യനൊക്കെ നല്ലപോലെ ആ രാജ്കരൻ്റെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. അതൊക്കെ നമുക്ക് ഇമോഷണലി ടച്ച് ആവും. ആ പുള്ളിക്കാരൻ്റെ ഫ്ലാഷ് ബാക്ക്, അതായത് കട എങ്ങനെ തുടങ്ങി, എന്തിനു തുടങ്ങി എന്നൊക്കെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ധനുഷിന്റെ ഇത് വരാൻ നേരത്തെ ആ ഒരു കടയ്ക്ക് അങ്ങോട്ടൊരു ജീവനില്ല, ഒരു സുഖമില്ല സത്യം പറഞ്ഞാൽ. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഫോൾട്ട്. കുറച്ച് ആക്ഷന് വേണ്ടിയും സ്ക്രീൻ പ്രസൻസിനൊക്കെ വേണ്ടി ധനുഷ് ഇങ്ങനെ ഭയങ്കര അയ്യോ പാവമൊക്കെ നരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ ഇതാവും, അതൊന്നും വർക്കൗട്ട് ആവില്ല. പക്ഷെ പിന്നെ രാജ്കിരണിന്റെ ചില സമയത്ത് ഡയലോഗ് പോർഷൻസ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാവും കിടിലം സാധനമാണെന്നൊക്കെ. പിന്നെ എടുത്തു പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ഇതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. സെക്കൻഡ് ഹാഫിലൊക്കെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കിടിലമായിട്ട് പടത്തിലോട്ട് ഹൈപ്പ് കൊടുത്ത ജി പ്രകാശ് കുമാറാണ്. അങ്ങനെയാണ് ഇതിന്റെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് സീൻസ് ഒക്കെ ഹൈപ്പ് കൊടുത്തവർ. അങ്ങേർക്ക് പറ്റണ ജോലി അങ്ങേര് വ്യക്തമായിട്ടും നല്ല ഭംഗിയായിട്ടും അങ്ങേര് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സീനിനും കൂടെ കുറച്ച് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റ് കിട്ടിയേനെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്. അങ്ങേരെ പണി അങ്ങേരെ വ്യക്തമായിട്ടും ഭംഗിയായിട്ടും ചെയ്തിട്ടുണ്ട് ജി പ്രകാശ് കുമാർ. നിങ്ങൾ പടം കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിൽ കണ്ടാൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹമുണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഇടുക. ഓക്കെ, അപ്പം ബൈ.